ഹായ്. അപ്പോൾ ഇന്ന് സറണ്ടറിനെ പറ്റി സംസാരിക്കാം. ശരണാഗതി എന്നും പറയാം സറണ്ടറിനെ. രമണ മഹർഷിയാണ് ഈ സറണ്ടർ എന്ന് പറയുന്ന ഒരു പാത്തിനെ എന്നെ ആദ്യമായിട്ട് അറിയിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു പാത്ത് വേ ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് ബോധോദയം നേടാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയായിട്ട് സറണ്ടറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ സറണ്ടർ എന്ന് പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആവറേജ് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഈ സറണ്ടറിൻ്റെ ബേസിക് പാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗുരുവിലാണോ വിശ്വസിക്കുന്നത് ആ ഗുരു എല്ലാം നോക്കിക്കോളും. ആ ഗുരുവാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പോകുന്നത്. പുള്ളി നമുക്ക് വേണ്ടതെല്ലാം തന്നോളും. പുള്ളി തരുന്നത് എന്താണോ അതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യമെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സമാധാനവും സ്വസ്ഥവുമായ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് ഇരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ എന്ന് പറയുന്ന പാത്ത്. ഇത് പലർക്കും ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും ലോകത്ത് എവിടെയോ ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ റെഡിയല്ലാത്ത ആളുകളാണ് ഈ സത്യം അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് നീ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിധിയാണെന്ന് കരുതി അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം തീരുമാനിക്കുന്ന ഗുരുവാണെന്ന് കരുതി അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. എനിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് എപ്പോഴും ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി രമണ മഹർഷി പറഞ്ഞതായിട്ട്. അതായത് ഈ ഫുള്ളി സറണ്ടർ സത്യം പറഞ്ഞാൽ ആദ്യം ആർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല. പാർഷ്യൽ സറണ്ടർ, അതായത് പകുതി ശരണാഗതിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പകുതി സറണ്ടറാണ് ആദ്യം നേടേണ്ടത്. അതായത് പകുതി സറണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പൂർണ്ണമായും ദൈവത്തിനെ വിശ്വസിക്കുക, ഇത് ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കാൻ സാധിക്കില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കത് സാധിക്കും. ചില കാര്യങ്ങൾ നമ്മളീ കടുംപിടുത്തം നടത്തും. ചില കാര്യങ്ങൾ നമ്മളത് സാധിക്കുമ്പോൾ ആ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത്തരം കാര്യങ്ങൾ മാത്രം ഗുരുവിനെ അല്ലെങ്കിൽ ദൈവത്തിൽ, ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വെറും ഒരു കല്ല്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കല്ല് പോട്ടെ, ഒരു തെങ്ങിൽ നിന്നുള്ള കൊച്ചങ്ങ ആയാലും മതി, അതാണ് വെച്ചിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ പോലും ഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് ആദ്യം എന്ത് കാര്യമാണോ ലീവ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം നിങ്ങളുടെ പർട്ടിക്കുലർ ദൈവം അല്ലെങ്കിൽ ഗുരു ആരാണോ അവരെ ഏൽപ്പിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യുക. ടു ബി ഫുള്ളി സറണ്ടർ. അതായത് ഈ സറണ്ടർ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ട് മൂമെൻറ്റ്സ്, ഞാനിപ്പോൾ ഈ കൈ ഇങ്ങനെ ഇവിടെ ആട്ടുന്നത് നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ ദൈവത്തിന് നമ്മൾ സറണ്ടർ ചെയ്തിരിക്കണം. എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യം പാർഷ്യലായിട്ട് ചെയ്യുക. നിങ്ങൾ പാർഷ്യലായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലല്ലാതെ തന്നെ സംഭവിച്ചാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ദൈവത്തിലോ ഗുരുവിലോ അർപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ടേക്ക് ഓൺ ചെയ്യുക. അങ്ങനെ കുറേശ്ശെ ഓരോന്നായി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈഗോയാണ് ഈ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ കടിച്ച് പിടിച്ച് നിർത്തുന്നത് ഈഗോയാണ്. അപ്പോൾ ഈഗോയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവം തീരുമാനിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾഡ് ആകൂ എന്ന് ചിന്തിക്കുന്നൊരു മനസ്സ് മനുഷ്യനുണ്ട്. ആ മനസ്സിനെ കുറേശ്ശെ ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് പിന്നെ വലിയ കാര്യങ്ങൾ വിട്ടുകൊടുക്കണം. അതായത് എപ്പോഴും നമ്മൾ തന്നെ നിയന്ത്രിക്കണം. നമ്മൾ ഇടപെട്ടാൽ മാത്രമേ ശരിയാകുള്ളൂ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്ലോ ആയിട്ട് ദൈവത്തിൻ്റെ കാഴ്ചവട്ടിൽ അർപ്പിച്ച് അതിൻ്റെ ഫലം എന്ത് തന്നെയായാലും അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. റിലാക്സ്ഡ് ആയിട്ട് നല്ല ചില്ല് വൈബിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് യഥാർത്ഥ ശരണാഗതി സംഭവിക്കുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്യുവർ ബ്ലിസ് തന്നെയാണ് സംഭവിക്കുന്നതാണ് എൻ്റെ അനുഭവം. ഞാൻ ഈ സറണ്ടർ പാത്ത് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു ആങ്സൈറ്റിയോ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അവസ്ഥയോ ഉണ്ടായാൽ ഞാനത് ഐ വിൽ ഓൾവേസ് ഗിവ് ദാറ്റ് ടു മൈ ഗുരു. എൻ്റെ ഗുരുവിനെ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ രമണ മഹർഷിയോട് ഞാൻ പറയും, താങ്കളിത് ടേക്ക് കെയർ ചെയ്തോളൂ, ഞാൻ വെറുതെ ഇരിക്കാം എന്നാണ് ഞാൻ പറയാറ്. ഫിസിക്കലി വെറുതെ ഒരു പണി എടുക്കാതിരിക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അല്ല പറയുന്നത്, മെൻ്റലി ഈ പിടിവലികൾ നടത്താതിരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. മാനസികമായി അതിനെപ്പറ്റി ഞാൻ ബോധമുണ്ടാവാൻ ശ്രമിക്കാറില്ല. കാരണം അത് സ്വമേധയാ ടേക്ക് കെയർ ചെയ്തോളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ എല്ലാം തന്നെത്താനെയാണ് സംഭവിക്കുന്നത്. എല്ലാ ഹാപ്പനിങ്സും സ്വയം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പിടിവലി നടത്തിയാലും നടത്തിയില്ലെങ്കിലും സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. സംഭവിക്കേണ്ടാത്തത് എന്ത് സംഭവിച്ചാലും സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ മാനസികമായ പിടിമുറുക്കം വിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വാസനകൾ കുറയുള്ളൂ. അത്തരമൊരു സ്റ്റേറ്റിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഫേസ് ചെയ്യാനും സാധിക്കുള്ളൂ. ആ ഒരു റിലാക്സ്ഡ് ആയിട്ട് കാമായി ഈ പിടിവലി നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്.
മനസ്സ് ശാന്തമായി അടങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യം പൂവണിയുന്നത്. പോരാത്തതിന് നമ്മുടെ ഈഗോയാണ് ഈ പിടിവലിക്ക് വേണ്ടി ബലം കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ഭാവമാണ് എല്ലാം കൺട്രോൾ ചെയ്യാനും എല്ലാം നേടിയെടുക്കാനുള്ള അറ്റംപ്റ്റുകൾ ചെയ്യുന്നത്. അപ്പം നമ്മളിതെല്ലാം ഭഗവാനെ ഏൽപ്പിച്ച് നമ്മൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഈ ഇരിക്കുന്ന ഈ ഈഗോയ്ക്ക് പിന്നെ പണിയില്ലാതാവും. ഈഗോയ്ക്ക് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്ത് എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ശരണാഗതി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് നിങ്ങൾ പൂർണ്ണമായി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈഗോയ്ക്ക് നിലനിൽപ്പില്ല. കാരണം ഈഗോയ്ക്ക് ചെയ്യാൻ ആക്ടിവിറ്റി ഇല്ല. ഈഗോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയതിനെ പറ്റി ആലോചിക്കുകയും ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യുകയും നമ്മളെ പേടിപ്പിക്കുകയും വറീഡാവുകയും ആഗ്രഹങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ശരണാഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സറണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ആഗ്രഹങ്ങളോ ഡിസയറുകളോ ഒന്നുമില്ല. കാരണം എന്താണോ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരു തരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയി കഴിഞ്ഞു. നമ്മൾ ഈ ജീവിതത്തിലൂടെ അപ്പോൾ ഒഴുകി നീങ്ങുകയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് തന്നെ വന്നാലും പിന്നെ നമ്മളെ ബാധിക്കുകയില്ല. കാരണം വാട്ട് എവർ ഇറ്റ് ഈസ് വി ആർ ഓക്കെ. അതായത് അൺനോൺ എന്ന് പറയുന്നത് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ലെങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, ഒരു ഓപ്പൺ അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഓപ്പൺ അവയർനെസ്സാണ് പയ്യെ പയ്യെ പ്യുവർ അവയർനെസ്സുമായി മെർജായി മാറുകയും ശാന്തവും സമാധാനവും സ്വസ്ഥയുമുള്ള ആ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യം ഈ സറണ്ടറിങ് പ്രോസസ്സിലേക്ക് കടന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ വളരെ ആങ്ഷ്യസ് ആയിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ ആങ്സൈറ്റി ആയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ പറയും ഭഗവാനോട്, ഓക്കെ ഞാൻ ഈ ആങ്സൈറ്റി ഇവിടെ ഏൽപ്പിക്കുകയാണ്, ടേക്ക് കെയർ ഓഫ് ഇറ്റ്, എനിക്കത് ടേക്ക് കെയർ ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആദ്യം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നത്. കാരണം അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ഇതങ്ങ് മാറിപ്പോകാൻ പോകുന്നില്ല. വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ. കാരണം ഞാൻ റെഡിയായിരുന്നെങ്കിൽ എന്നെ അത് ബാധിക്കില്ല. ഞാൻ റെഡിയല്ല. അപ്പോഴും ഞാൻ ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം കൺട്രോൾ ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഞാൻ എഫേർട്ട് ഇടുന്നത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ റിസൾട്ട് ഇല്ലാതിരുന്നത്. പക്ഷേ കാലക്രമേണ എനിക്കതിന് വലിയ റിസൾട്ട് ഉണ്ടായി. അതിൻ്റെ കാരണം കുറേശ്ശെ ഫ്യൂച്ചറിൽ ഇത് പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒരു മനോനിലവാരത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഞാനത് വിട്ടുകൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഞാനത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനോ ഡീൽ ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ ഞാൻ ശ്രമിക്കാതെ ആയി. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്ഡ് മീ. നിങ്ങളെയും ഇത് തീർച്ചയായും സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പ്ലീസ് ശ്രമിച്ച് നോക്കുക. ഇഫ് യു ആർ റെഡി ടു ലെറ്റ് ഗോ. ഈ ലെറ്റ് ഗോ എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.